ഷഫ്ന ചോദിച്ചിട്ടുണ്ട് ലവ് സ്റ്റോറി കേട്ടോ. വിചാരിച്ചത് എന്താണെന്നറിയോ, ഒട്ടും ക്വസ്റ്റ്യൻസ് വരില്ല. അപ്പം ഞാൻ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഓൾറെഡി പറഞ്ഞു വെച്ചു, ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കും. ഡി എസ് സിന്ദഗി എന്നുള്ള പേര് ഞാൻ എത്രയോ കാലം മുൻപ് തന്നെ മനസ്സിൽ വിചാരിച്ചു വെച്ചേക്കുന്ന പേര്. കുറേ നാളുമായിട്ട് എനിക്ക് അറിയുന്ന ആളുകളിൽ നിന്ന് എനിക്ക് പണി കിട്ടി. പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആവാൻ സാധ്യതയുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്, പാർട്ട്ണറിൻ്റെ സന്തോഷം അല്ലെങ്കിൽ സപ്പോർട്ടോട് കൂടി നമ്മളൊരു കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യം നടക്കുകയും ചെയ്യും, നമ്മുടെ ഈ സൈഡും ഹാപ്പി. ഹേ ഗൈസ്, ഡി സിന്ദഗിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ നന്നായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. കയ്യിൽ എന്താണ് ഈ പുസ്തകവും പാണ്ടൊക്കെ കേട്ടോന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. നമ്മളിന്ന് Q&A ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ 5K ആയ സമയത്തേ ഒരു Q&A പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റ് ഇട്ട സമയത്ത് സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു ആരും ഒന്നും ചോദിക്കുകയൊന്നുമില്ല, നമ്മളോടൊക്കെ ആരെന്ത് ചോദിക്കാനെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓൾറെഡി ആ പോസ്റ്റ് ഇട്ട സമയത്ത് തന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലുമൊക്കെ ചോദിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ചമ്മി പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ Q&A പോസ്റ്റ് ഇട്ട സെയിം ടൈമിൽ ഇൻസ്റ്റയിലും വാട്സാപ്പിലും പിന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടില്ല, 2-3 സ്ഥലത്ത് ഞാൻ Q&A പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ പേഴ്സണലായിട്ടും ചോദിച്ചോ എന്ന് പറഞ്ഞിട്ട് കേട്ടോ. ഞാൻ ഞെട്ടിപ്പോയി ഗൈസ്. എനിക്ക് കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. കുറേ മീൻസ് ഭയങ്കര കൂടുതലൊന്നുമില്ല, എന്നാലും ഒരു 35-40 ക്വസ്റ്റ്യൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. റിപ്പീറ്റേഷൻ ഉണ്ടായിരുന്നു കുറേ. അപ്പം ഞാൻ അതിൽ നിന്ന് ഒരു 15 ക്വസ്റ്റ്യൻസ് ചൂസ് ചെയ്ത് സോർട്ട് ഔട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് സ്റ്റെനിയാണ് കേട്ടോ. സ്റ്റെനി എൻ്റെ 11th 12th ഒക്കെ മുതലുള്ള എൻ്റെ ഏറ്റവും ക്ലോസ് ഫ്രണ്ടിൽ ഒരാളാണ്. അവൾ തമാശയ്ക്കാണ് ചോദിച്ചതെന്ന് ഞാൻ വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻ വായിക്കാം. നീ എന്നാണ് ഷിഹാബിനെയും കൂട്ടി വീഡിയോ കോൾ ചെയ്യുക? ഇതിന് നീ ആൻസർ പബ്ലിക്കായിട്ട് പറയണമെന്ന്. അവൾ എന്നോട് കല്യാണം കഴിഞ്ഞ സമയം മുതൽ പറയണതാണ്, ഷിഹാബിനെയും കൂട്ടി വീഡിയോ കോൾ ചെയ്യണം കേട്ടോ എന്ന്. എപ്പോഴും എന്തെങ്കിലും തിരക്കൊക്കെ ആയിട്ട് ഇങ്ങനെ പോകും കേട്ടോ. ഞാൻ സാറ്റർഡേ സൺഡേ വീഡിയോ കോൾ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്ത സമയത്ത് അവന് മിക്കവാറും എന്തെങ്കിലും തിരക്കായിരിക്കും, അല്ലെങ്കിൽ സൺഡേസിലൊക്കെ എണീക്കാൻ ലേറ്റ് ആവും, എന്തെങ്കിലുമൊക്കെ ആയിട്ട് അതിങ്ങനെ മറന്നു പോയി. എന്നിട്ട് ഞാൻ പിന്നെ അവളെ വീഡിയോ കോൾ ചെയ്തു ഒറ്റയ്ക്ക് ചെയ്തു കേട്ടോ. അപ്പം സ്റ്റെനി മോളെ എപ്പോഴെങ്കിലും നമ്മൾ ഒന്നിച്ച് വീഡിയോ കോൾ ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ നീ ഇനി തിരിച്ച് നാട്ടിലേക്ക് പോകുമ്പോൾ ഇവിടെ ഇറങ്ങിയിട്ട് നമുക്ക് വീട്ടിൽ കയറിയിട്ട് പോവാം. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്ത ചോദ്യം അൻസു ആണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഔട്ട് ഓഫ് ഓൾ ദീസ് വീഡിയോസ് യു ഹാവ് മെയ്ഡ് വിച്ച് വൺ ഈസ് യുവർ ഫേവറേറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ മറ്റേ എവിടെയോ ഞാൻ കേട്ടൊരു ഡയലോഗ് പോലെ എനിക്ക് എല്ലാ വീഡിയോസും എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. അത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പം ഞാൻ 400+ വീഡിയോസ് ചെയ്തു. എല്ലാ വീഡിയോസും എനിക്ക് ഫേവറേറ്റ് ആണ്, സ്പെഷ്യലാണ്. എന്നാലും എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആകാൻ റീസൺ ആയിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്. ഞാൻ ഒട്ടും ലൈഫിൽ ഡിലേ ആക്കാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 37K എന്തോ വ്യൂസ് ആയിപ്പത്. ആ വീഡിയോ കാരണമാണ് എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആയതും എനിക്ക് 4000 എബവ് വാച്ച് അവേഴ്സ് കയറിയതും 1000+ സബ്സ്ക്രൈബേഴ്സ് കയറിയതൊക്കെ കേട്ടോ. അപ്പോൾ ആ വീഡിയോ എനിക്ക് ഒത്തിരി ഫേവറേറ്റ് ആണ്, സ്പെഷ്യലാണ്. കാരണം ഞാനത് ഒത്തിരി പ്രിപ്പയർ ചെയ്ത് കറക്റ്റ് സ്ക്രിപ്റ്റൊക്കെ റെഡിയാക്കി അങ്ങനെ ചെയ്തൊരു വീഡിയോ ആണ്. അൻസുവിന് ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ബിഹൈൻഡ് ദി ഡിസിഷൻ ടു സ്റ്റാർട്ട് എ യൂട്യൂബ് ചാനൽ. ഇത് 2 പേര് ചോദിച്ചിട്ടുണ്ട്. ഒന്നെൻ്റെ സ്വന്തം അനിയത്തിയും, പിന്നെ ഒന്ന് അനു സിംപ്ലി ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനലുള്ള ഒരു കുട്ടിയാണ് കേട്ടോ, അനു. അവർ 2 പേരും ചോദിച്ചിട്ടുണ്ട്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുന്നേ എപ്പോഴും ഷെയർ ചെയ്തിട്ടുണ്ട്. ഒരു 4-5 വർഷം മുന്നേ തൊട്ടിട്ട് എൻ്റെ മൈൻഡിലുള്ള ഒരു കാര്യമായിരുന്നു ഇത് യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്ന് കേട്ടോ. പക്ഷെ അതിങ്ങനെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ ഡിലേ ആയി. പിന്നെ ഒരു ദിവസം പെട്ടെന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ, രാവിലെ ഞാൻ ഓഫീസിൽ പോകാൻ വേണ്ടി രാവിലെ എണീറ്റ് അന്നത്തെ മൊത്തം കാര്യങ്ങളൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് വൈകുന്നേരം ആയപ്പോൾ ചുമ്മാ അങ്ങനെ തുടങ്ങി. ഈ ഡി എസ് സിന്ദഗി എന്നുള്ള പേര് ഞാൻ എത്രയോ കാലം മുൻപ് തന്നെ മനസ്സിൽ വിചാരിച്ച് വെച്ചേക്കുന്ന പേരായിരുന്നു. എന്തെങ്കിലും ഒരു ചാനൽ തുടങ്ങുകയാണെങ്കിൽ ചാനലിന് ഈ പേര് മതിയെന്ന് കേട്ടോ. അങ്ങനെ അന്ന് വൈകുന്നേരം തന്നെ റീനെയിം ചെയ്ത് ഡി എസ് സിന്ദഗി എന്നാക്കി. ആ വീഡിയോ എഡിറ്റ് ചെയ്തങ്ങ് പോസ്റ്റും ചെയ്തു. അല്ലാതെ വലിയൊരു ഡിസിഷൻ അങ്ങനെ കുറേ നേരം ആലോചിച്ചിട്ടോ അങ്ങനെയൊന്നുമില്ല. ഇനി ഒരു കാര്യം കൂടി പറയട്ടെ, എൻ്റെ ലൈഫിലെ ബെറ്റർ തിങ്സ് എല്ലാം ഇതേപോലെ എടുത്തുചാട്ടം കൊണ്ട് സംഭവിച്ചിട്ടുള്ളതാണ്. ഞാൻ കുറേ ആലോചിച്ചിട്ട് എടുത്ത ഡിസിഷൻസ് ഒക്കെ എനിക്ക് റോങ് ആയിട്ട് പോയിട്ടുള്ളൂ. പക്ഷേ സഡൻ ഡിസിഷൻസ് എല്ലാം പെട്ടെന്ന് ചെയ്തതെല്ലാം എൻ്റെ ലൈഫിൽ അടിപൊളിയായിട്ട് പോയിട്ടുള്ളത്. അങ്ങനെ ഒന്നും ആവും ഇതെന്ന് ഞാൻ വിചാരിക്കുന്നു. അത്രേ ഉള്ളൂ. അടുത്തൊരു ചോദ്യം, അബൌട്ട് മൈ ജോബ് വേർ ഡിഡ് യു ഞാൻ ഓരോന്നായിട്ട് പറയട്ടോ. അബൌട്ട് മൈ ജോബ് ചോദിച്ചിട്ടുണ്ട്. ഹഫ്സയാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് സ്ഥിരമായിട്ട് നമ്മുടെ വീഡിയോസിനൊക്കെ കമൻറ്റ് ചെയ്യാറുള്ള ഒരു സബ്സ്ക്രൈബറാണ് കേട്ടോ. ഞാനൊരു ബയോമെഡിക്കൽ എഞ്ചിനീയർ ആണ്. അബുദാബിയിലാണ് വർക്ക് ചെയ്യുന്നത്. പഠിച്ചത് BTech ഇൻ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ആണ് കേട്ടോ. ആ കുട്ടി അവർ തന്നെ 3-4 ചോദ്യം കൂടി ചോദിച്ചിട്ടുണ്ട്. വേർ ഡിഡ് യു മീറ്റ് യുവർ ബെറ്റർ ഹാഫ് ചോദിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒരുപാട് നാളായിട്ട് ഫ്രണ്ട്സാണ്. അങ്ങനെ നമ്മൾ സെയിം പ്രൊഫഷൻ ആയതുകൊണ്ട് തന്നെ എങ്ങനെയൊക്കെയോ അങ്ങ് മീറ്റായി. പിന്നെ ഫേവറേറ്റ് ബുക്ക് ചോദിച്ചിട്ടുണ്ട്. അത് സാറ ജോസഫ് എന്ന് പറഞ്ഞിട്ടുള്ള എഴുത്തുകാരിയില്ലേ, അവരുടെ ഒരു ആളോഹരിയാനന്ദം എന്ന് പറഞ്ഞിട്ടൊരു ബുക്കുണ്ട്. ഞാൻ ആ ബുക്കിനെ കാണുന്നതൊരു ജീവൻ്റെ പുസ്തകം എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു ടേംസിലാണ്. ലൈക്ക് എനിക്ക് പല സമയത്തും ആ ഒരു ബുക്ക് ഭയങ്കര ഒരു ഫീല് തന്നിട്ടുണ്ട്. കാരണം അതൊരു നോവലാണ്, പക്ഷെ എന്തുകൊണ്ടോ അതിൻ്റെ ഒരു ഭാഷയോ
അതല്ലെങ്കിൽ അവരതാ പറഞ്ഞു പോയിരിക്കുന്ന രീതിയോ അതൊരു ആ കഥ പറഞ്ഞേക്കുന്ന രീതിയൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ആ ബുക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഞാൻ ഒരു ബൈബിളൊക്കെ കാണില്ലേ, നമ്മളുടെ വിശുദ്ധ ബൈബിളൊക്കെ ഒരുപോലെയാണ്, അതേപോലെയാണ് ഞാൻ ഈ പുസ്തകത്തിനെ കാണുന്നത്. കാരണം എനിക്ക് പല സമയത്തും ഭയങ്കര ഒരു പറഞ്ഞ ആളുകൾ വിശ്വസിക്കില്ല, ഞാൻ വിഷമിച്ചിരിക്കുന്ന സമയത്തൊക്കെ ഒരു തവണ ഇരുന്ന് വായിച്ചു കഴിഞ്ഞാൽ ഞാൻ ഓക്കെ ആവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇയർലി 2-3 തവണയൊക്കെ ഈ ബുക്ക് വായിക്കാറുണ്ട്. അമ്മിക്കുട്ടൻ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അമ്മിക്കുട്ടൻ എൻ്റെ സിസ്റ്ററിൻ്റെ ഫസ്റ്റ് ബേബിയാണ്. ലിറ്ററലി എൻ്റെ ബേബിനെ പോലെ തന്നെയാണ്. ഞങ്ങളുടെ വീട്ടിലെ ആദ്യത്തെ കുട്ടിയാണ്. സോ ഞങ്ങളുടെ വീട്ടിലെ രാജകുമാരനാണ്. ഓക്കെ, അടുത്തത് അശ്വതി വിജയരാജ് ചോദിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. ഒരാളെ മനസ്സിലാക്കാൻ എത്ര കാലം എടുക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നതേ ഇതൊരു ഒരാളെ മനസ്സിലാക്കുന്നത് ഒരു ടൈം പീരീഡ് വെച്ചിട്ടല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഭയങ്കര ചെറിയ സമയത്തിൻ്റെ ഉള്ളിൽ എനിക്കൊരു ലൈഫ് ലോങ് കൂട്ടായ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഭയങ്കര ലോയലായിട്ട് നിന്നിട്ടുള്ള ആളുകളുണ്ട്. പക്ഷെ കുറേ നാളായിട്ട് എനിക്ക് അറിയുന്ന ആളുകളിൽ നിന്ന് എനിക്ക് പണി കിട്ടിയിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് അതൊരു ടൈം പീരീഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള കാര്യമല്ല എന്ന് തോന്നുന്നുണ്ട്. ചില സിറ്റുവേഷൻ വരുന്ന സമയത്താണ് നമുക്ക് ആളുകളെ മനസ്സിലാക്കാൻ പറ്റുക. ഫോർ എക്സാമ്പിൾ എന്നെ പറ്റി അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്തായിരിക്കും എൻ്റെ എന്തെങ്കിലും ഒരു ഡ്രോബാക്ക് ആളുകൾക്ക് മനസ്സിലാവുന്നത്. സോ എനിക്ക് തോന്നുന്നത് ഇത് ടൈം പീരീഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യമല്ല. പിന്നെ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരാളെ മനസ്സിലാക്കുക എന്നുള്ള അങ്ങനെയൊന്നും ഞാനിപ്പോൾ നിൽക്കാറില്ല. ലൈക്ക് അങ്ങോട്ട് ഉള്ള പോലെ തന്നെ ഇങ്ങോട്ടും, പിന്നെ ഗോ വിത്ത് ദ ഫ്ലോ എന്ന് പറയില്ലേ, അങ്ങനെ ഒരു ഇതിലാണ് പോകുന്നത്. ആളുകളെ മനസ്സിലാക്കി അതിൽ നിന്നൊരു പണി കിട്ടി അങ്ങനെയൊന്നും ഇപ്പം ഞാൻ നിൽക്കുന്നില്ല. അച്ചു, താങ്ക് യു കേട്ടോ, നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു. ശ്രീലേക്ക് ചോദിച്ചിട്ടുണ്ട്, ആ പഴയ കാഞ്ഞിരക്കോട് സ്കൂളിലെ ഓർമ്മകൾ മിസ് ചെയ്യുന്നുണ്ടോന്ന് കേട്ടോ. കാഞ്ഞിരക്കോട് സ്കൂൾ ആക്ച്വലി ഞാൻ 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ പഠിച്ച സ്കൂളാണ്. ആ സമയത്ത് ഓർമ്മകൾ മിസ് ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ LP സ്കൂളുകളിലെ ഓർമ്മകൾ നമുക്കങ്ങനെ മിസ് ചെയ്യുമോ? ഇല്ലല്ലോ, അങ്ങനെ ഇല്ലയെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് അവിടുത്തെ ടീച്ചേഴ്സിനെയും അവരെയൊക്കെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം ലൈഫിൽ വേറെ ഒരുപാട് ടീച്ചേഴ്സും അധ്യാപകരെന്നുള്ളൊരു ലെവലിൽ വന്നിട്ടുണ്ടെങ്കിലും ഭയങ്കര പ്യുവറായിട്ട് നമുക്ക് നല്ലത് വരണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ള കുറച്ച് ടീച്ചേഴ്സ് കാഞ്ഞിരക്കോട് സ്കൂളിലെ ടീച്ചേഴ്സാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ആലോചിക്കുന്ന സമയത്ത് കാഞ്ഞിരക്കോട് സ്കൂളും അവിടെ പഠിച്ച ഒരു സമയവും അവിടുത്തെ മെമ്മറീസും ഒക്കെ എനിക്ക് ഭയങ്കര പ്രഷ്യസ് ആണ്, വാല്യുബിൾ ആണ്. പക്ഷെ മിസ് ചെയ്യുന്നൊന്നുമില്ല കേട്ടോ. കാരണം ഞാൻ നാട്ടിൽ പോണ സമയത്തൊക്കെ ഇടയ്ക്ക് അങ്ങോട്ട് പോകാറുണ്ട്. അടുത്തത് ഷഫ്ന ചോദിച്ചിട്ടുണ്ട്, ലവ് സ്റ്റോറി കേട്ടോ. ലവ് സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നല്ല ഫ്രണ്ട്സായിരുന്നു കുറേ കാലം. നമ്മൾ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, നമുക്ക് അങ്ങനെ ഒരു ആപ്പൂപ്പ് ഫ്രണ്ട്സൊന്നുമല്ല. എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന, വിഷമം വരുമ്പോൾ പറയുന്ന, എനിക്ക് എന്തെങ്കിലും കാര്യം വരുമ്പോൾ ഓടി വരുന്ന, അങ്ങനെ എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്തായിരുന്നു. ഒരു പോയിൻ്റ് എത്തിയപ്പോൾ നമുക്ക് തോന്നി, എന്നാൽ പിന്നെ ഇനി നമുക്ക് രണ്ടുപേർക്കും വേറെ ആൾക്കാരെ കണ്ടുപിടിക്കണ്ടല്ലോ, നമുക്കങ്ങ് ഒന്നിച്ച് പൊക്കൂടെ എന്നൊരു തോന്നൽ വന്നു. രണ്ടുപേരും വീട്ടിൽ പ്രസൻറ്റ് ചെയ്തു. വീട്ടിൽ മാത്രമല്ല, നമ്മുടെ ഒരു സർക്കിളിലും നമുക്ക് ബ്ലെസ്സിങ്സ് വേണ്ട നമ്മുടെ ഒരു ടീമിൻ്റെ അടുത്തും പ്രസൻറ്റ് ചെയ്തു. എല്ലാവർക്കും സന്തോഷം, നമുക്കും സന്തോഷം. അങ്ങനെയാണ് കേട്ടോ. അല്ലാതെ ഞങ്ങളിങ്ങനെ മരം ചുറ്റി പ്രേമിച്ച് നടന്നിട്ടോ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. നമ്മൾ ഇപ്പോഴും നല്ല ഫ്രണ്ട്സാണ്, നല്ല പാർട്ട്നേഴ്സുമാണ്. നീതു മറിയും ചോദിച്ചിട്ടുണ്ട്, ഹസ്ബൻഡിൽ ഇഷ്ടമുള്ള ക്വാളിറ്റി. യെസ്, ഹസ്ബൻഡിൽ ഇഷ്ടമുള്ള ക്വാളിറ്റി, നീ ഇത് കേൾക്കണം. അതായത് ഇത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആവാൻ സാധ്യതയുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്, നേരം പോലെ മനസ്സിലാക്കിയില്ലെങ്കിൽ കേട്ടോ. നമുക്ക് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാലേ നമ്മുടെ ഒരു പാഷൻ ഫോളോ ചെയ്യണമെങ്കിൽ, നമ്മുടെ ഇഷ്ടങ്ങൾ ഫോളോ ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മുടെ പാർട്ട്ണറിൻ്റെ ഒരു സപ്പോർട്ട് വേണം കേട്ടോ. സപ്പോർട്ട് ഇല്ലാതെയും നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങളെ ഫോളോ ചെയ്യാം. പക്ഷേ അവിടെ നമ്മുടെ വിചാരിച്ച കാര്യങ്ങൾ നടക്കുമെന്ന് തന്നെ ഉണ്ടാവുള്ളൂ. പക്ഷെ നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവണം എന്നില്ല ഒരാളെ വെറുപ്പിച്ചിട്ട്. പക്ഷെ നമ്മുടെ പാർട്ട്ണറിൻ്റെ സന്തോഷം അല്ലെങ്കിൽ സപ്പോർട്ടോടു കൂടി നമ്മളൊരു കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യം നടക്കുകയും ചെയ്യും, നമ്മുടെ ഈ സൈഡും ഹാപ്പിയാണ്. ഷിഹാബിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്തെങ്കിലും കാര്യം എനിക്കിതാണ് ഇഷ്ടം, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ചെയ്താൽ കൊള്ളാം എന്നൊക്കെ പറയുന്ന സമയത്ത് ഷിഹാബ് എപ്പോഴും പറയാറുണ്ട്, നീ ചെയ്തോ, അതിനിപ്പോൾ എന്താ, അങ്ങനെയൊക്കെ. കാരണം യൂട്യൂബ് എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ അറിയുന്നവർക്ക് അറിയാൻ പറ്റും, ഒരു ഹ്യൂജ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളൊരു കാര്യമാണ് യൂട്യൂബ്. വീഡിയോ എടുക്കണം, സ്ക്രിപ്റ്റ് റെഡിയാക്കണം, ഷൂട്ട് ചെയ്യണം, എഡിറ്റ് ചെയ്യണം, ഭയങ്കര ടൈം കൺസ്യൂം ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പം ആ സമയത്തൊക്കെ അങ്ങനെ ഒരു പരാതിയൊന്നും ഉണ്ടാവില്ല. അവിടെ ചില സമയത്ത് നമ്മുടെ ഫാമിലി ടൈം ആയിരിക്കും നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മൾ ആ സമയത്ത് പുറത്തുനിന്ന് കഴിക്കേണ്ടി വരും. പക്ഷേ ഷിഹാബിന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പം ഈ യൂട്യൂബിൻ്റെ കാര്യം മാത്രമല്ല, എൻ്റെ എന്ത് കാര്യമാണെങ്കിലും ഷിഹാബിന് ഇതുവരെ നോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഉണ്ടായിട്ടില്ല. ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതല്ല എൻ്റെ ഒരു പാഷൻ എന്ന് പറയുന്ന സമയത്ത് അവിടെ എനിക്ക് അവൻ്റെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇതൊരു ക്വാളിറ്റി. രണ്ടാമത്തെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ, എനിക്ക് എന്തെങ്കിലും ഷിഹാബിൻ്റെ അടുത്ത് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കേട്ടോണ്ടിരിക്കും കേട്ടോ. എന്താ പറയുക, പകുതി കേട്ടിട്ട് ജഡ്ജ്മെൻ്റലായിട്ട് നീ അങ്ങനെയല്ല ഇങ്ങനെയല്ല അങ്ങനെയൊന്നും പറയില്ല. ഞാൻ എന്താണ് പറയുന്നത് അത് മുഴുവൻ കേട്ട് ഒരു ലിസണർ ആവാന്ന് പറയില്ലേ, അത് ഷിഹാബിൻ്റെ അടുത്ത് നിന്ന് എനിക്ക് എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അപ്പം എൻ്റെ ഹാപ്പി സ്പേസ് എന്ന് പറയുന്നത് എപ്പോഴും ഷിഹാബാണ്. ഷിഹാബിൻ്റെ ഒരുപാട് ക്വാളിറ്റിയിൽ ഒരു 2 ക്വാളിറ്റിയാണിത്.
ദിവ്യശ്രീ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ട്വിൻസ് ആണോന്ന്. അതായത് ഞാനും എൻ്റെ സിസ്റ്റർ കേട്ടോ. ഇത് ദിവ്യ മാത്രമല്ല കേട്ടോ, എന്നോട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്നറിയോ, ഞങ്ങളിങ്ങനെ ഒരുപോലെ ഉടുപ്പൊക്കെ ഇട്ട് നടക്കുന്നതുകൊണ്ടും പിന്നെ കാണുമ്പോൾ ഏറെക്കുറെ ഒരുപോലെ ആണല്ലോ. ഒരുപോലെ മീൻസ് ഇൻ ദ സെൻസ് ഏകദേശം ഹൈറ്റും വെയിറ്റും ഒക്കെ. അപ്പോൾ ഒത്തിരി പേര് നമ്മളോട് മുമ്പും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ട്വിൻസ് ആണോന്ന്. ട്വിൻസ് അല്ല, ഞാനാണ് ചേച്ചി, അവൾ അനിയത്തിയാണ്. ഞങ്ങൾ 5 വയസ്സിന് വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പം ദിവ്യ ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ആര്യ ആർ ചോദിച്ചിട്ടുണ്ട്, ചേച്ചി ജീവിതത്തിൽ ഏറ്റവും വേസ്റ്റ് എന്ന് കരുതപ്പെടുന്ന ഒരു പീരീഡ് ഉണ്ടായിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് ഓവർകം ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓഫ് കോഴ്സ് എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വേസ്റ്റ് അല്ലെങ്കിൽ ഇനിയൊന്നും അനുഭവിക്കാൻ ബാക്കിയില്ല എന്ന് പറയുന്ന ഒരു പീരീഡ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. കോവിഡിനൊക്കെ തൊട്ട് മുമ്പ് ഒരു 2019, 20, 21 ആ ഒരു ടൈമിലൊക്കെ കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പം ഞാൻ ആലോചിക്കുന്നത് ഞാൻ എങ്ങനെയാണ് അതൊക്കെ ഓവർകം ചെയ്തതെന്നാണ്. അത് എങ്ങനെയാണ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്നൊരു സർക്കിളില്ലേ, നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ്, നമ്മുടെ പപ്പ, അമ്മ, നമ്മുടെ സിബ്ലിങ്സ്, കസിൻസ്, ഇവരൊക്കെ എനിക്ക് ഭയങ്കര സപ്പോർട്ടീവ് വരുന്ന സമയത്ത് എന്നെ കുറ്റപ്പെടുത്തി സംസാരിച്ചവരൊക്കെ ഭയങ്കര റെയറായിട്ടായിരുന്നു. അപ്പം എനിക്കൊരു നല്ല ഫ്രണ്ട് സർക്കിൾ കിട്ടി, എന്നെ പാമ്പർ ചെയ്യാനുള്ള ഒരു ടീം എനിക്കുണ്ടായിരുന്നു. പിന്നെ എന്തോ ഒരു മനധൈര്യം എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഓവർകം ചെയ്ത് വന്നതാണ്. പിന്നെ എടുത്തു പറയാൻ ഞാൻ ആ സമയത്തൊക്കെ നന്നായിട്ട് വായിക്കുമായിരുന്നു കേട്ടോ. ബുക്സ് എൻ്റെ ഒരു നല്ലൊരു കമ്പാനിയനായിരുന്നു ആ ടൈമിൽ. അപ്പോൾ പുതിയ പുസ്തകങ്ങൾ കണ്ടുപിടിക്കാനും വായിക്കാനും പിന്നെ ചെറിയ ചെറിയ കുറിപ്പുകൾ എഴുതാനൊക്കെ ആ സമയത്തും എനിക്കിഷ്ടമായിരുന്നു. ഏറ്റവും വേസ്റ്റ് എന്ന് കരുതുന്ന ടൈമിലാണ് ഞാൻ പറയണേ. ഇതെല്ലാവർക്കും അങ്ങനെ ആയിരിക്കും കേട്ടോ. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മോശം സമയത്ത് നമുക്കൊരു ഹാബിറ്റ് ഉണ്ടാവും നമ്മുടെ കൂടെ, അല്ലെങ്കിൽ ഒരാളുണ്ടാവും, എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും. എനിക്ക് അതേപോലെ ഒരു കാര്യമായിരുന്നു റീഡിംഗ് ഉള്ളത്. അതെന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എംന ജുനൈദ് ചോദിച്ചിട്ടുണ്ട്, ചേച്ചി അബൌട്ട് യുവർ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് പറയാമോ എന്ന്. ഫസ്റ്റ് തന്നെ പറയട്ടെ, എനിക്ക് എംന എന്ന് പേരുള്ള ഒരു ക്ലോസ് ഫ്രണ്ട് ഉണ്ട് കേട്ടോ. നീ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിൻ്റെ പേരിലൊരു കുട്ടി ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് പുസ്തകങ്ങൾ ഇഷ്ടമാണ്, ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണ്, പിന്നെന്താണ്, ചായ ഇഷ്ടമാണ്. നമ്മുടെ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള സർക്കിളിൽ നമ്മുടെ ഭയങ്കര അടുത്ത് നിൽക്കുന്ന ഫ്രണ്ട്സ്, അവരായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമാണ്. പിന്നെ ഓഫ് കോഴ്സ് പാർട്ട്ണറായിട്ടുള്ള ചെറിയ നമ്മുടെ ചിറ്റ് ചാറ്റ്സ് ഒക്കെ ഇല്ലേ, അങ്ങനെയൊക്കെ ഇഷ്ടമാണ്. പിന്നെ നമ്മൾ ഈ ലോങ് ഡ്രൈവ് ഒക്കെ പോയില്ലേ, ആ ടൈമിൽ എനിക്കെപ്പോഴും ഓർമ്മയുണ്ട്, ഞങ്ങൾ തമ്മിലുള്ളൊരു ക്വാളിറ്റി ടൈം അല്ലെങ്കിൽ നന്നായിട്ട് സംസാരിച്ചേക്കുന്ന സമയമൊക്കെ നമ്മുടെ ലോങ് ഡ്രൈവിലാണ്. എനിക്ക് ഈ ലോങ് ഡ്രൈവിലുള്ള ഞങ്ങളുടെ സംസാരങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെന്താ, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് നാട്ടിൽ. പിന്നെ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ചുമ്മാ കറങ്ങി നടക്കാൻ ഇഷ്ടമാണ്. പുസ്തകങ്ങൾ കിട്ടുന്ന സ്പോട്ടുകൾ തപ്പി കണ്ടുപിടിച്ച് പോകാൻ ഇഷ്ടമാണ്. അങ്ങനെയൊക്കെ കേട്ടോ. ഡിസ്ലൈക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഭയങ്കരമായിട്ട് ട്രസ്റ്റ് ചെയ്ത ആൾക്കാർ നമ്മളിങ്ങനെ ഒരു കുറച്ച് നാളൊക്കെ കഴിഞ്ഞിട്ട് അറിയാണ് അവർ ബാക്ക് ബൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ അറിയുന്നത് ഭയങ്കര പെയിൻഫുള്ളാണ് കേട്ടോ. അപ്പം കഴിവതും നമ്മൾ റിലേഷൻസിൽ ലോയൽറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക, ലോയലാവാൻ ശ്രമിക്കുക. പിന്നെന്താണ്, ഇവിടെ പറഞ്ഞത് അവിടെ പോയി പറയുക, ആ സാധനം എനിക്ക് ഒത്തിരി താല്പര്യമില്ലാത്ത കാര്യമാണ്. ആരോടും പറയരുത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നൊരു കാര്യം, അതൊരു ഉളുപ്പില്ലാണ്ട് അപ്പുറത്ത് പോയി പറയുന്നത് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. പിന്നെ നമുക്കൊരു സ്പേസ് ഉണ്ട്, ആ സ്പേസിനെ റെസ്പെക്റ്റ് ചെയ്യാതെ ഇടിച്ചു കയറി വരുന്ന ആളുകളുണ്ട്, അതിഷ്ടമല്ല. എത്രയൊക്കെ ഉള്ളൂ. അഞ്ജു ജോൺ ചോദിച്ചിട്ടുണ്ട്, യൂട്യൂബ് ജേണിയിൽ എപ്പോഴെങ്കിലും ഡിസപ്പോയിൻമെൻറ്റ് തോന്നിയിട്ടുണ്ടോ, വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ എന്ന്. ഒരിക്കലും ഇല്ല കേട്ടോ. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നൊരു പാർട്ടാണ് ഈ യൂട്യൂബ് എന്ന് പറയുന്നത്. നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ടയർഡ് ആവില്ല എന്ന് പറയില്ലേ, അതേപോലെയാണ്. ഒത്തിരി സന്തോഷം തോന്നുന്ന ഒരു പരിപാടിയാണ് ഷൂട്ട് ചെയ്യുക, ടോപ്പിക്സ് കണ്ടുപിടിക്കുക, പോസ്റ്റ് ചെയ്യുക, കമൻസിന് റിപ്ലൈ കൊടുക്കുക, പുതിയ കാര്യങ്ങൾ തപ്പി കണ്ടുപിടിക്കുക എന്നൊക്കെ കേട്ടോ. ആതിര നായർ വി അവർ ചോദിച്ചിട്ടുണ്ട്, ഇനി ഒരിക്കലും പോവരുത്, കാണരുത് എന്നാഗ്രഹിക്കുന്ന ഒരു പ്ലേസോ ആളോ ഉണ്ടോ? എനിക്ക് എൻ്റെ കോളേജാണ് അങ്ങനെ. ചേച്ചിക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് കേട്ടോ. എനിക്കങ്ങനെ ഉണ്ടായിരുന്നു. ഒരിക്കലും കാണരുതെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു ബഞ്ച് ഓഫ് പീപ്പിൾ, കുറച്ച് സ്ഥലങ്ങളല്ല, ഒരു സ്ഥലം, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനതിനെ ഓവർകം ചെയ്തു. ഞാൻ ആ ഒരു ഫീലിങ്സിനെ ഇപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല. അവരിപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ വന്നാലും ഞാനൊരു ഹായ് എന്തുണ്ട് വിശേഷം സുഖമാണോ എന്ന് ചോദിക്കുന്ന ഒരു റിലേഷനെങ്കിലും ടിൽ ദ എൻഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു ലെവലിലേക്ക് എത്തി. ഞാൻ മുന്നേ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഏതൊരു ബന്ധത്തിലാണെങ്കിലും നമ്മൾ എപ്പോഴെങ്കിലും കാണുകയാണെങ്കിലും ഒരു ഹായ് എന്ന് പറയാനുള്ളൊരു ബന്ധം ബാക്കി വെച്ചിട്ടായിരിക്കണം നമ്മൾ പിരിഞ്ഞു പോകേണ്ടതെന്ന് ഞാൻ മുന്നേ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഫോളോ ചെയ്യുന്നുണ്ട്. എനിക്ക് അങ്ങനെ ആരുമില്ല കേട്ടോ ഇപ്പോൾ ലൈഫിൽ. എല്ലാവരോടും എന്താ വിശേഷം സുഖമാണോ എന്ന് ചോദിക്കുന്ന ഒരു ബന്ധം ഞാനിപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ Q&A സെക്ഷൻ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ ഇനി എനിക്ക് എന്തോ ഒരു ക്വസ്റ്റ്യൻസ് കുറച്ച് മിസ്സായ പോലെയൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ ഞാൻ നിങ്ങളുടെ ചോദ്യങ്ങൾ ഉത്തരം പറഞ്ഞിട്ടില്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഒത്തിരി സന്തോഷത്തോടുകൂടി എൻജോയ് ചെയ്ത് എടുത്ത വീഡിയോ ആണിത്. ഫസ്റ്റ് തന്നെ ഷിയാബിനോട് ഒരു താങ്ക്സ് പറയുന്നു. ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ വീഡിയോ എടുത്ത് തന്നതൊക്കെ. അതിനൊരു ബിഗ് താങ്ക്സ് പറയുന്നു. അപ്പോൾ വീഡിയോ മുഴുവൻ കണ്ടവർക്ക് വീണ്ടും ഒരു താങ്ക്സ് പറയുന്നു. ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് ചോദിക്കാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത തവണ കാണാം. ബൈ.